ധിക്കാരികളായ ഭരണാധികാരികളുടെ പതനങ്ങൾ ഇസ്ലാം ഖുർആൻ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ഫറോവമാർ അവസാനിച്ച ലോകമാണിത്. ഫറോവമാർ തൂത്തെറിയപ്പെട്ട ലോകമാണിത്. അതുപോലെ ഫാറൂന്മാർ അവസാനിച്ച ലോകമാണിത്. ലോകത്തെ കഴിഞ്ഞുപോയ ധിക്കാരികളായ ഭരണാധികാരികളെ മുഴുവനും കൈപ്പുനീര് കുടിച്ച് ലോകത്തിന്റെ മുമ്പിൽ അപകടത്തിന്റെ സാക്ഷികളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ മങ്ങിയിട്ടില്ല, നമുക്ക് നിരാശപ്പെടാനായിട്ടില്ല. ഇവിടെ ഒരു മോചനത്തിന്റെ നാട് വരും. നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അവസാന കാലമെടുക്കുമ്പോൾ ജൂതന്മാര് ഒളിച്ചിരിക്കുന്ന മരങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇസ്ലാമിന്റെ സൈന്യം അഥവാ മുസ്ലിം സഹോദരന്മാര് ഫലസ്തീനിൽ ജനിച്ചുപോയി എന്ന കുറ്റമാണ് ഫലസ്തീൻ മക്കളുടെ പ്രപിതാക്കൾ ചെയ്തു പോയത്. വേറെ ഒരു കുറ്റവും അവർ ലോകത്തോട് ചെയ്തിട്ടില്ല. അവസാനം ഈ ജൂത പരിസകൾ മുഴുവനും നെട്ടോട്ടമോടിയിട്ട് അവരെ മരങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ മരങ്ങൾ വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ് ഹാദാ യഹൂദിയും വറായി. എന്റെ പിന്നിൽ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടൊരു ജൂതൻ, ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടൊരു ജൂതൻ, ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടൊരു ജൂതൻ. കല്ലുകളും മരങ്ങളും മുഴുവനും ജൂത പരിസകൾക്ക് എതിരായി അവസാനം ജയിച്ചടക്കുന്ന ഒരു കാലം ഈ സമുദായത്തിന് വരാനുണ്ട് എന്ന ഒരു സമാധാനമാണ് നമുക്കുള്ളത്. ജൂതന്മാർക്കും അറിയാതെ സംഭവിക്കും. അതുകൊണ്ട് ഈ ധിക്കാരികൾ എവിടെയും നിലനിന്ന് വാണിട്ടില്ല. ഒരു ധിക്കാരിയും ഇവിടെ എക്കാലവും കഴിഞ്ഞിട്ടില്ല. ഒരു ധിക്കാരിക്കും ഇവിടെ ഏറെക്കാലം കഴിയാൻ സാധിച്ചിട്ടില്ല. അതാണ് ലോക ചരിത്രത്തിന് കാണിക്കാനുള്ളത്. അത് ബൈബിളിലുണ്ട് പറയാൻ, അത് തൽമൂദിനുണ്ട് പറയാൻ, അത് ഓൾഡ് ടെസ്റ്റ്മെന്റിനുണ്ട് പറയാൻ, എല്ലാ മതങ്ങൾക്കും വേദങ്ങൾക്കും പറയാനുണ്ടാകും കഴിഞ്ഞകാല കിങ്കരന്മാരുടെ പതനത്തിന്റെ കഥകൾ. അതുകൊണ്ട് നീണ്ടുപോകില്ല, നമുക്കവിടെ പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതെന്താണ്? ഇസ്രയേലുകാരൻ ലോക കമ്പോളങ്ങൾ മുഴുവൻ കീഴ്നിൽക്കുമ്പോ ഇസ്രയേലുകാരന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ശ്രമിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു പരിധിവരെ, എല്ലാ നിലക്കും കഴിയുന്നതിന് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. കാരണം ലോകരാജ്യങ്ങൾ കമ്പോളങ്ങൾ മുഴുവൻ തുറന്ന് തീറെഴുതി കൊടുക്കുമ്പോൾ മുമ്പിൽ വരുന്ന ഉൽപ്പന്നങ്ങളുടെ എത്രയോ ശതമാനം അവിടുന്ന് മസ്ജിദുൽ ഹറാമിൽ തറാവീഹ് നിസ്കരിച്ചിട്ട് അത്താഴത്തിന്റെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരുന്ന മാക്ഡൊണാൾഡുകാരന്റെ ഷോപ്പിലേക്കാണെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം ചെല്ലുന്നത് പാവപ്പെട്ട ഫലസ്തീനുകളുടെ മാറ പിളർക്കാനാണ് എന്ന വേദന നമുക്ക് മറക്കാൻ പറ്റുമോ? മാൾബോറോ സിഗരറ്റും വലിച്ചിട്ട് പെപ്സി ഓടിച്ചുകൊണ്ട് പേ ഈച്ച് പെനി സേവ് ഇസ്രയേൽ എന്നാണ് പെപ്സിയുടെ ഫുൾ ഫോം നോം ചോംസ്കി എഴുതിയത്. പേ ഈച്ച് പെനി സേവ് ഇസ്രയേൽ എന്ന് ഫുൾ ഫോം പറഞ്ഞിട്ടില്ല. പെപ്സി വാങ്ങിക്കുടിച്ച് മാൾബോറോ സിഗരറ്റും വലിച്ചിട്ട് തൂത്തെറിയുമ്പോ, പ്രിയമുള്ളവരെ, ഇതിൽ നിന്നൊരു ഫലസ്തീൻകാരന്റെ മാറ പിളർക്കാനാണ് പോകുന്നത് എന്നൊരു വിവേചനത്തിലേക്ക് നമ്മളെ. അപ്പൊ ചോദിച്ചു, ലോക പോലീസുകാരായ ഇസ്രയേൽ കമ്പനി മുഴുവനും തകർക്കാൻ കേരളത്തിലെ ചവറയിലെ 4 കടയിൽ ഒതുങ്ങിയാൽ പറ്റുമോ? ലോകത്തെ പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ജനത ഇതൊരു സമരമായി ഏറ്റെടുത്താൽ കമ്പോളങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ബാർകോഡുകൾ ഇസ്രയേലുകാരൻ മാറ്റേണ്ടി വന്നത് എന്ന് നിങ്ങൾ ഇന്നലകളിൽ വായിച്ചിട്ടുണ്ടാവണം. ഇസ്രയേലുകാരന്റെ ബാർകോഡുകൾ വായിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ വേണ്ടാന്ന് വെച്ചപ്പോ വേറെ ബാർകോഡുകൾ അവർ ഉപയോഗിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാ? കമ്പോളം തിരിച്ചു പിടിക്കാൻ വേണ്ടി. ഞാനിപ്പോ റമദാനിൽ നമ്മുടെ 1-2 സഹോദരന്മാര് സോഫ്റ്റ് ഡ്രിങ്കുകൾ നടത്തുന്ന സഹോദരന്മാരോട് ചർച്ച ചെയ്യുമ്പോൾ അവർ ചെറിയൊരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ കമ്പനി നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവരൊരു ഏരിയയിലെ മാർക്കറ്റ് പിടിച്ചപ്പോഴേക്ക് വലിയ എനർജി ഡ്രിങ്കുകളുടെ വലിയ ബ്രിട്ടീഷുകാരൻ നടത്തുന്ന കമ്പനി ഈ കമ്പനിയിലേക്ക് കത്തയക്കുകയാണ്. കാരണം ഒരു കമ്പോളത്തിലേക്ക് 10 ബോട്ടിൽ സാധനം കടന്നു ചെല്ലുമ്പോഴേക്ക് ലോക കമ്പോളത്തിൽ മാറ്റങ്ങൾ വരുന്നത്
അത്രയും ചെറിയ നാരോ പോയിന്റ് പോലും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ പരമാവധി ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം ഇവിടെയുള്ള ജനത മുഴുവനും എടുത്താൽ അങ്ങനെയെങ്കിലും ചിലത് നമുക്ക് ചെയ്യാൻ കഴിയും. ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ ഈ ജനതയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടി കേഴാൻ നമുക്ക് കഴിയണം. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം. നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങളാണ്, കിടക്കാനിടമില്ല, എങ്ങോട്ടെന്നറിയാതെ അഭയാർത്ഥികളായി ഓടി നടക്കുമ്പോൾ കുടിവെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ തുണിയില്ല, കിടക്കാനിടമില്ല. നെട്ടോട്ടമോടി സമുദായത്തിന്റെ മക്കളെ ഫലസ്തീനിന്റെ തെരുവിലൂടെ വേദന അനുഭവിക്കുമ്പോ കിട്ടിയ പണം കൊണ്ട് നെകളിച്ച് ധിക്കാരം കാണിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ചില നിയന്ത്രണം വേണ്ടേ മോനെ? നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ടേ മോനെ? തീവ്രവാദത്തിന്റെ പേരിലല്ല ഫലസ്തീനികൾ വേട്ടയാടപ്പെടുന്നത്, അവര് ചെയ്തു പോയ ആക്രമണത്തിന്റെ പേരിലല്ല അവര് വേട്ടയാടപ്പെടുന്നത്. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് ബ്രിട്ടീഷുകാരനും അമേരിക്കക്കാരനും കൊണ്ട് കുടിയിരുത്തിയ ജൂത പലിശകൾക്ക് കടന്നു വന്നവരെ മാന്യമായി സ്വീകരിക്കുക എന്ന മാനുഷിക ഗുണം സ്വീകരിച്ചപ്പോൾ അതാ ഫലഭൂയിഷ്ടമായ ദേശങ്ങൾ മുഴുവനും പിടിച്ച് കയ്യിലേക്ക് വെച്ചിട്ട് മരുഭൂമി മുഴുവനും അറബ് ജനതയുടെ അടിസ്ഥാന വർഗത്തിന് വിട്ടുകൊടുത്ത ആ ജൂത പലിശകൾ ഇപ്പോൾ ആ നാട്ടുകാരവിടെ പോലും താമസിക്കാൻ അനുവദിക്കുന്നില്ല.